ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഇഞ്ചിക്കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യമായി ഒരു ചീനച്ചട്ടി ചൂടാവുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വട്ടത്തിലരിഞ്ഞ 100 ഗ്രാം ഇഞ്ചി വറുത്തെടുക്കാം. ഇഞ്ചിയെല്ലാം മൂത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇഞ്ചി വറുത്ത എണ്ണ കുറച്ച് മാറ്റിയതിന് ശേഷം അതിലേക്ക് അരമുറി തേങ്ങയും 3 ചെറിയ ഉള്ളിയും കുറച്ച് കറിവേപ്പില ഇട്ട് നന്നായി വറുത്തെടുക്കാം. തേങ്ങയെല്ലാം മൂത്ത് വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് വറുത്തെടുക്കാം. മുളകെല്ലാം മൂത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. തേങ്ങ തണുക്കുന്ന സമയം കൊണ്ട് ചെറിയ ഉരുളപ്പുളി കുറച്ച് വെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും വറുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും ചേർത്ത് പൊടിച്ചെടുക്കാം. പൊടിച്ചതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് മഷി പോലെ അരച്ചെടുക്കാം. ഒരു ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും 2 വറ്റൽമുളക് ചെറുതായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പില ഇട്ട് മൂപ്പിച്ചെടുക്കാം. മുളകെല്ലാം മൂത്ത് വരുമ്പോൾ അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും മിക്സി കഴുകി കുറച്ച് വെള്ളവും പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളിയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറുതായി തിള വരുമ്പോൾ അതിലേക്ക് 1 തവി ശർക്കരപ്പാനി കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി കുറുകി എണ്ണയെല്ലാം തെളിഞ്ഞതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ തയ്യാറായിരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.